പ്രിയമുള്ളവരെ, നമ്മൾ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് വേണ്ടി ഇന്ന് ദൈവവചനം പങ്കുവെക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് ബ്രദർ എൽവിസ് കോട്ടൂരാനാണ്. ജീസസ് യൂത്തിലൂടെ വളർന്ന് കേരളത്തിനകത്തും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഡിവൈൻ മേഴ്സി ഫെലോഷിപ്പ് എന്നൊരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അനേക വ്യക്തികളെ സുവിശേഷത്തിനു വേണ്ടി നേടിക്കൊണ്ടിരിക്കുന്ന സഹോദരനെ നമുക്ക് ഇരു കരങ്ങളും അടിച്ച് വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ നമുക്ക് ഈ വചനവേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ എന്തിനെന്ന് ഞാൻ ചോദിക്കില്ല. ചോദ്യമുണ്ടോ? ഇല്ല. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്, ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ്. ഒരു പുതിയ നൈറ്റ് വിജിലേക്ക് നമ്മൾ കടക്കുന്നു. ദൈവവചനം നമ്മൾക്ക് വലിയ പ്രത്യാശ തരികയാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. 22-ാമത്തെ വചനം പറയുകയാണ്, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കുകയാണ്, പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, കർത്താവിൽ സന്തോഷിക്കുവിൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എന്തിനാ നമ്മൾ സന്തോഷിക്കാൻ പറയണത്? കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ്ലീഹ പുറത്തു നടക്കുന്ന മനുഷ്യരോട് പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കാൻ. കാരണം പൗലോസ് അപ്പോസ്തലന് ഉറപ്പായിട്ട് അറിയാം, ദൈവം എന്തെങ്കിലും ഒരു പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവ മഹത്വത്തിനും നമ്മുടെ ഉപരി നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ വന്നിരിക്കുന്ന എല്ലാ മക്കളോടും ദൈവത്തിനൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ സന്തോഷിക്കുക, കർത്താവിൽ സന്തോഷിക്കണം. മനുഷ്യൻ്റെ ഒരു വലിയ പ്രശ്നമാണ്, മനുഷ്യൻ എപ്പോഴും ലോകത്തിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. പറുദീസ മുതൽ കാൽവരി മലയിലെ കുരിശു വരെ നമ്മൾ കാണുന്നുണ്ട്, എപ്പോഴെല്ലാം ദൈവം മനുഷ്യനോട് ഒരു അവസരങ്ങൾ കൊടുത്തപ്പോഴും മനുഷ്യൻ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ലോകത്തെയും ലോകത്തിൻ്റെ സന്തോഷങ്ങളെയാണ്. എന്നാൽ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗാനം നമ്മൾ കാണുന്നുണ്ട്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ വലതുകരം ശക്തി പ്രകടിപ്പിച്ചു, ഞാൻ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, തൻ്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കുന്ന ദൈവം. ഓരോ ക്രിസ്ത്യാനിയുടെയും ഒരു പാട്ടാണത്. പരിശുദ്ധ അമ്മ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരോടും പറയുന്നതാണ്. അങ്ങനെ അമ്മ പറയാനൊരു കാരണമുണ്ട്, അതിൻ്റെ തുടക്കം അതുകൊണ്ടാണ് പറയുന്നത്. ഏദൻ തോട്ടത്തിലെ ആദ്യത്തെ ഹവ്വ, ദൈവത്തോടൊപ്പം വസിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പിശാചിൻ്റെ പ്രലോഭനത്തിൽ വീണ് ഒരു തെറ്റായ തെരഞ്ഞെടുപ്പ് നടത്തി. ദൈവത്തിലുള്ള, ദൈവത്തിൻ്റെ കൂടെയുള്ള സന്തോഷത്തേക്കാൾ അധികമായി ലോകത്തെയും ലോകത്തിൻ്റെ സന്തോഷം തേടിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്നാണ് ആദ്യ സ്ത്രീയുടെ ജീവിതത്തിലെ സകല സന്തോഷങ്ങൾ അവൾക്ക് നഷ്ടപ്പെട്ടു. അവളുടെ ജീവിതം തന്നെ ദുരിതപൂർണമായി കിടക്കുകയാണ്. അവളിലൂടെ മാനവവംശം മുഴുവനും വലിയ അധപതനത്തിലേക്കും മരണത്തിലേക്കും തള്ളി വീഴ്ത്തപ്പെട്ടു.
ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ്. ദൈവത്തെക്കാൾ അധികമായി ലോകത്തെ മറ്റു പലതിനെയും തിരഞ്ഞെടുത്തതിൻ്റെ ഫലം. ദൈവത്തിലുള്ള സന്തോഷത്തേക്കാൾ അധികമായി ഒരു പഴം തരുന്ന സന്തോഷം, സൗഭാഗ്യങ്ങൾ തേടിപ്പോയതാണ്. എന്നാൽ അതിന് ഘടകവിരീതമായി രണ്ടാമത്തെ ഹവ്വ നമ്മളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് അമ്മ പറയാണ്, ഞാൻ സ്ത്രീകളിൽ അനുഗ്രഹീത. ലോകത്തിലെ ആദ്യത്തെ ക്രിസ്ത്യാനിയാണ് പരിശുദ്ധ അമ്മയെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓരോ ക്രൈസ്തവന്റെയും വീട്ടിൽ എഴുതി വെക്കേണ്ട ഒരു സങ്കീർത്തനമാണ്, ഒരു സ്തോത്രഗാനാണ് പരിശുദ്ധ അമ്മ പാടിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് പറയാൻ പറ്റുമോ, ഞാൻ സ്ത്രീകളിൽ അനുഗ്രഹീത? പുരുഷന്മാർക്ക് പറയാൻ പറ്റുമോ, ഞാൻ പുരുഷനിൽ അനുഗ്രഹീതൻ? ഇങ്ങനെ പറയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് ഒരു കാര്യം നമ്മൾ ചെയ്യണം, ദൈവത്തിൽ ആനന്ദിക്കാൻ പഠിക്കണം. പൗലോസ് അപ്പോസ്തലൻ ഈ രാത്രിയിൽ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. കാരണം എന്താ? എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ, കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ അർപ്പിക്കുക. കാരാഗ്രഹത്തിൽ ചങ്ങലയ്ക്ക് കിടക്കുന്ന ഒരു ദൈവദാസൻ പുറത്ത് കറങ്ങി നടക്കുന്ന മനുഷ്യരോട് പറയാണ്, നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും യാചനകളും പ്രാർത്ഥനകളും കൃതജ്ഞതാ സ്തോത്രത്തോടെ ദൈവത്തിന് അർപ്പിക്കണം. അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങളുടെ സകല ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ കർത്താവിൻ്റെ കാരുണ്യം കാത്തു വന്നിരിക്കുന്ന എല്ലാ മക്കളോടും ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കുക. നമ്മുടെ മനസ്സിനെ ഭയപ്പെടുത്തുന്ന, ഉത്കണ്ഠപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന, ദുഃഖത്തിലേക്ക് നയിക്കുന്ന എല്ലാ ചിന്തകളെയും നമ്മൾ മാറ്റുവാൻ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം ഇങ്ങനെ നമ്മളോട് പറയുന്നുണ്ട്, ദുഃഖം അകറ്റി ഹൃദയത്തെ സന്തോഷിപ്പിക്കുക. കാരണം ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ദുഃഖം കൊണ്ട് ഒരു ഗുണവുമില്ല. ദൈവം നമ്മളോട് പറയാം, നീ സന്തോഷിക്കണം, ദൈവത്തിൽ സന്തോഷിക്കണം. നമ്മുടെ എല്ലാ ധാരണകളെയും ഈ രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം ധാരണകൾ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, ഈ ലോകം എന്തെല്ലാം ധാരണകൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ, അവയെല്ലാം മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷയുടെ, സമാധാനത്തിൻ്റെ ആ സദ്വാർത്ത നിങ്ങളുടെ അടുക്കലേക്ക് വരുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവരൊന്ന് കരമുയർത്തുന്നു പറയാവോ ഒരു ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, എന്തൊരു ഉറപ്പാണ് പൗലോസ് അപ്പോസ്തലൻ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൂടി ഞാൻ ഓർക്കുകയാണ്. Do not abandon yourself to despair, because we are the Easter people and hallelujah is our song. നിങ്ങളുടെ ജീവിതത്തെ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും തള്ളിവിടരുത്. കാരണം നമ്മൾ ഈസ്റ്ററിന്റെ മക്കളാണ്. ഹല്ലേലൂയാണ് നമ്മുടെ സംഗീതം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ ആനന്ദിക്കുന്നവനെ ഹല്ലേലൂയ പറയാൻ പറ്റൂ. നമ്മൾ ഇന്ന് ധ്യാനമന്ദിരങ്ങളിലും പള്ളികളിലൊക്കെ മാത്രം ഒതുക്കി വെക്കുന്ന ഒരു വാക്കായി മാറി ഹല്ലേലൂയ.
എന്നാൽ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് അത് പ്രാർത്ഥനാവേളയിൽ പറയുന്ന ഒരു വാക്യമല്ല. ഹല്ലേലൂയ വാസ് their ലൈഫ് സ്റ്റൈൽ, അവരുടെ ജീവിത രീതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന, അപ്പോസ്തലന്മാർ നമുക്ക് തരുന്ന, സകല വിശുദ്ധന്മാർ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. നിന്റെ അധരങ്ങളിൽ ഹല്ലേലൂയ ഉണ്ടാകണം. പക്ഷെ അത് അധരങ്ങളിൽ മാത്രം വയ്ക്കേണ്ട ഒരു വാക്കല്ല, അതിൻ്റെ ജീവിതമായി മാറണം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതങ്ങൾ. അങ്ങനെ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതം ഒരു ഹല്ലേലൂയാക്കി മാറ്റിയവളാണ്. കാരണം അവൾ ദൈവത്തിൽ ആനന്ദിച്ചിരുന്നു. ഈ രാത്രിയിൽ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു അവസരം കൂടി ദൈവം നമുക്ക് തരികയാണ്. ഓരോ നൈറ്റ് വിസിലും ദൈവം സ്വർഗം തുറന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ പോകുന്ന ദിവസങ്ങളാണ്. കർത്താവ് നമ്മളോട് പറയാം, ദൈവത്തിൽ ആനന്ദിക്കണം, ദൈവത്തിൽ ആനന്ദിക്കണം. യേശുക്രിസ്തുവിനെ കൂടാതെയുള്ള, ദൈവത്തെ കൂടാതെയുള്ള ഏതെല്ലാം ആനന്ദങ്ങൾ ഈ ലോകത്തിലുണ്ടോ, പ്രിയ സഹോദരി സഹോദരന്മാരെ, അത് നിന്റെ ജീവിതത്തിൽ വലിയ ദുഃഖങ്ങളും നഷ്ടങ്ങളും നിരാശകളും കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിലും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനം അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ പറയുകയാണ്. ഇന്ന് കർത്താവിൻ്റെ വചനം ശ്രവിക്കാൻ ഈ രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന സകല കുടുംബങ്ങളോടും ദൈവം പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചിരിക്കും. ഉറപ്പാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കരുണയുടെ ഒരു വർഷം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഒത്തിരി നമ്മൾ കേട്ടു. ഒരുപക്ഷേ കാലഘട്ടത്തിൽ മറന്നുപോയ, ഇനിയും പ്രഘോഷിക്കപ്പെടാത്ത ഒരു വലിയ സത്യത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ ദൈവം ലോകത്തോട് പറയുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യം ഒരിക്കലും അസ്തമിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങളിൽ കൈപ്പേറിയ പല അനുഭവങ്ങളും ഉണ്ടാവും, പല ദുഃഖങ്ങളുണ്ടാവും, പല വേദനകളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, ബന്ധനാവസ്ഥകളുണ്ടാകാം. എങ്കിലും വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഒരു കാര്യം നീ എപ്പോഴും ഓർക്കണം, ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും അസ്തമിക്കാത്തതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ നിന്നും നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്. യോഹന്നാൻ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് ഒരു മുന്നറിയിപ്പ് നമുക്ക് തരികയാണ്. ഒരു വലിയ സത്യം യേശു വെളിപ്പെടുത്തുകയാണ്. 24-ാമത്തെ വചനം, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യഹൂദന്മാർക്ക് കൊടുത്ത വലിയൊരു മുന്നറിയിപ്പായിരുന്നു. ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഇതിനു മുൻപും ദൈവം ഇതുപോലൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് പറുദീസയിൽ അവന് സ്ഥാനം കൊടുത്ത് ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുവാൻ അധികാരവും ആധിപത്യം കൊടുത്ത ദൈവം ഒരു മുന്നറിയിപ്പ് കൊടുത്തു. നിങ്ങൾ ആ വൃക്ഷത്തിൽ നിന്നും കഴിക്കരുത്. ഒരു വൃക്ഷം കാട്ടിയിട്ട് അറിവിൻ്റെ വൃക്ഷത്തിൽ നിങ്ങൾ കഴിക്കരുത്, നിങ്ങൾ മരിക്കും. ഇന്നും ദൈവം നമ്മളോട് പറയുന്നു, ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഇന്ന് മരണം ഒത്തിരി ദുഃഖമുണ്ടാക്കുന്ന ഒരു സത്യമാണ്. ഈ കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെയൊക്കെ വളരെ അടുത്ത ഒത്തിരി പേര് മരിച്ചു. എൻ്റെ സുഹൃത്തുക്കൾ പലരും, കസിൻസ്, ആൻറ്റിമാർ. മരണം വേദനാജനകമാണ്.
എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ മരിക്കുന്നത്? മരണം എന്ന് പറയുമ്പോൾ രണ്ട് അർത്ഥമുണ്ട്. ഒന്ന് ഭൗതിക മരണവും ഒന്ന് ആത്മീയ മരണവും. രണ്ട് മരണവും വേദനാജനകം തന്നെയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യന് ആത്മീയ മരണം? ആത്മീയ മരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോകുന്നൊരവസ്ഥ. ഭൗതിക മരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു പോകുന്നൊരവസ്ഥ. ഇന്നും മരണം ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ഭവനങ്ങൾ മരണഭയത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിരാശയിലും ദുഃഖത്തിലും കഴിയുന്ന മക്കൾ മരണമെന്ന് കുടുംബങ്ങളെ കാർന്നു തിന്നുകയാണ്. എന്താ കാരണം? ദൈവം പറയുകയാണ്, ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എങ്ങനെ ഈ മരണത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു? എന്തെല്ലാം രോഗങ്ങൾ, എന്തെല്ലാം ദുരിതങ്ങൾ. ഏത് ന്യൂസ് പേപ്പർ എടുത്താലും നമുക്ക് മരണ വാർത്തകളേ ഉള്ളൂ. എന്നിട്ടും മനുഷ്യൻ ഈ സത്യം മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? എത്രയെത്ര കുടുംബങ്ങൾ അനാഥത്വങ്ങളിലേക്ക് വരുന്നു. അപ്പനില്ലാത്ത കുടുംബങ്ങൾ, അമ്മയില്ലാത്ത കുടുംബങ്ങൾ, മക്കളെ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ. ഇന്ന് ഒരു വശത്തു കൂടി മരണം ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ കാർന്ന് തിന്നുകയാണ്. അതോടൊപ്പം എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും കടന്നു വരുന്നു. എന്താ ഇതിൻ്റെ കാരണം? മനുഷ്യൻ ചോദിക്കുക, ദൈവമില്ലേ? ദൈവമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ ദുരിതങ്ങളും ദുഃഖങ്ങളും മരണവും മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നു? കർത്താവ് പറയുക, ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നു പറഞ്ഞു. ഇന്ന് മനുഷ്യൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ക്രിസ്ത്യാനി പറയുക, അങ്ങനെയൊന്നുമില്ല, ഏതായാലും കുഴപ്പമില്ല, എല്ലാം ഒന്ന് തന്നെയല്ലേ. അതെ, ആണോ? ആവൂ. ഇന്നത്തെ പുതിയ തലമുറ നമ്മൾ നോക്കാം, നമ്മുടെ ദേവാലയങ്ങളിലൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളില്ല. 1-ാം ക്ലാസ്സിൽ ഏറ്റവും മുമ്പിൽ ആൾക്കാരുടെ മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ 2-ാം ക്ലാസ് എത്തുമ്പോൾ തൊട്ട് പുറകിലായി, 3 എത്തുമ്പോൾ അതിൻ്റെ പുറകിലായി, 12-ാം ക്ലാസ് കഴിയുമ്പോൾ അവർ പള്ളിക്ക് പുറത്തായി. കർത്താവിൽ വിശ്വസിക്കുന്ന മക്കളുടെ എണ്ണം കുറഞ്ഞിരിക്കുക. വിശ്വസിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? വിശ്വസിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് വല്ല ഗുണമുണ്ടോ? ആവോ. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് വല്ലതും പറയാൻ പറ്റുമോ? വിശ്വസിക്കുന്നതുകൊണ്ട് വല്ലോ ഗുണമുണ്ടോ? വിശ്വസിച്ചില്ലെങ്കിൽ വല്ലോ കുഴപ്പമുണ്ടോ? ഇത്രയൊക്കെ തന്നെ കുഴപ്പമൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഉള്ള കുഴപ്പം തന്നെ നമുക്കും ഉണ്ട്, അല്ലേ? നമ്മൾ പള്ളിയും പ്രാർത്ഥനയും കുർബാനയും ധ്യാനവും നൈറ്റ് വിജിലും എല്ലാം കൂടി നടക്കുന്നു. ഇതൊന്നും കൂടാത്തവരുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിലും ഉണ്ട്. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്നാണ് പറയുന്നത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ. ഈ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ ഇറങ്ങണമെന്ന് പരിശുദ്ധ പാപ്പ നമ്മളെ വിളിക്കുന്നുണ്ട്. ഈ കാലഘട്ടം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ പരിശുദ്ധ പിതാവ്, പ്രത്യേകിച്ച് ബെനഡിക്റ്റ് പാപ്പ, യുവജനങ്ങൾക്ക് എഴുതിയ യൂക്കാറ്റ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ, പ്രലോഭനങ്ങളെ അതിജീവിക്കണമെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ തലമുറകളിലെ മാതാപിതാക്കളുടെ വിശ്വാസം പോരാ. ഒരു സംഗീതജ്ഞൻ തൻ്റെ സംഗീത ഉപകരണം അറിയുന്നത് പോലെ, ഒരു IT സ്പെഷ്യലിസ്റ്റ് തൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ആന്തരിക ഭാഗങ്ങൾ അറിയുന്നത് പോലെ, അല്ലയോ ക്രിസ്ത്യാനി, നീ ക്രിസ്തുവിനെ അറിയണം. എൻ്റെ വിശ്വാസം നീ അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും മാർപ്പാപ്പ നമ്മളോട് പറയുകയാണ്, പല നഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ പേറിയാണ് മനുഷ്യൻ വരുന്നത്. ഈ വർഷമെങ്കിലും എൻ്റെ ജീവിതത്തിൽ
വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഒരു സത്യം നമ്മളോട് മാർപ്പാപ്പ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും നഷ്ടങ്ങളുടെയും മരണത്തിൻ്റെയും എല്ലാം കാരണം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. മാർപ്പാപ്പ ബെനഡിക്റ്റ് പാപ്പ നമ്മളോട് പറയുകയാണ്, ഒരുവൻ യേശുവിനെ വേണ്ടും വണ്ണം അന്വേഷിക്കുന്നില്ലെങ്കിൽ ലോകത്തിനും സകല ശത്രുക്കൾക്കും ചെയ്യാവുന്നതിനേക്കാൾ കൂടുതൽ ദ്രോഹം അവൻ തന്നോട് തന്നെ ചെയ്യുന്നു. നമ്മൾ ഇന്ന് പിശാചിൻ്റെ പുറകെയും ശാപങ്ങളുടെ പുറകെയും രോഗങ്ങളുടെ പുറകെയും മറ്റു പലതിൻ്റെയും പുറകെ നടക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ പ്രശ്നത്തിൻ്റെ കാരണം അന്വേഷിച്ച് മനുഷ്യൻ ഓടി നടക്കുകയാണ്. എന്നാൽ പരിശുദ്ധ പാപ്പ നമ്മളോട് പറയാണ്, നിന്റെ ശത്രുക്കൾ, നമ്മുടെ ഏറ്റവും വലിയ ശത്രു സാത്താനാണ്. ബാക്കി മനുഷ്യർ, നിനക്കെതിരായിട്ടുള്ള സകല മനുഷ്യരെ ഈ ലോകത്തിലെ എല്ലാവരും ചെയ്യുന്നതിനേക്കാൾ വലിയ ദ്രോഹം നീ നിന്നോട് തന്നെ ചെയ്യുന്നു. എന്താണെന്നറിയാവോ? ഒരു മനുഷ്യൻ വേണ്ട രീതിയിൽ യേശു ക്രിസ്തുവിനെ അന്വേഷിക്കാതിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അനേകർ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തു ദൈവമാണെന്നും അവൻ 2000 വർഷം മുമ്പ് ബെത്ലഹേമിൽ ജനിച്ചു, അവൻ്റെ അമ്മ മറിയമാണെന്നും അവൻ്റെ അപ്പൻ യോസേപ്പാണെന്നും പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ചു മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇതാണ് പലരുടെയും വിശ്വാസമെന്ന്. ഇതാണോ വിശ്വാസം? ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്താ? ടു ബിലീവ് മീൻസ് ടു ബിലോങ് ടു ക്രൈസ്റ്റ്. നീ ക്രിസ്തുവിനുള്ളവനാണോ? ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെതായി തീരുക. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെതായി തീരുവാൻ വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ മനുഷ്യൻ, പിശാചിനാൽ പ്രലോഭിപ്പിക്കപ്പെട്ട മനുഷ്യൻ, ഈ ലോകത്തിലെ പല സുഖങ്ങളുടെ സന്തോഷങ്ങളും കാട്ടി പിശാച് നമ്മളെ പ്രലോഭിപ്പിക്കുകയാണ്. അങ്ങനെ പ്രലോഭനത്തിൽ വീണ മനുഷ്യൻ അറിഞ്ഞും അറിയാതെയും ഈ ദൈവത്തിൽ നിന്നും അകന്നു പോവുകയാണ്. ഈശോ പറയുന്നുണ്ട്, ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. പാപം, വിശ്വാസം, ഇത് രണ്ടും കണക്റ്റഡ് ആണ്. രണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ്. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ മരിച്ചു. ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിന്റെ ഫലമായി മനുഷ്യ ജീവിതത്തിൽ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, അധപ്പതനങ്ങൾ ഉണ്ടായി. അതിന്റെ കാരണം പാപമാണെന്നാണ് പറയുന്നത്. എന്താണ് പാപം? മനുഷ്യനൊരു തെരഞ്ഞെടുപ്പ് നടത്തി. ദൈവത്തെക്കാൾ അധികമായി, ദൈവം പറഞ്ഞതിനേക്കാൾ അധികമായി ലോകത്തെയും ലോകം പറഞ്ഞത് സാത്താൻ പറഞ്ഞതും വിശ്വസിച്ച് അവനൊരു തെരഞ്ഞെടുപ്പ് നടത്തി. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ഒരു പരിണിത ഫലമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പുതിയ നൈറ്റ് വിജിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ സ്വർഗം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. എങ്കിലും ഒരു കാര്യം ഈ രാത്രിയിൽ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങളുടെ കാരണത്തെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരാകണം. ദൈവത്തെക്കാൾ അധികമായി നമ്മുടെ ജീവിതത്തിൽ എന്തിനെങ്കിലും സ്ഥാനമുണ്ടോ? നീ എന്തിലാണ് സന്തോഷം കണ്ടെത്തുന്നത്? ദൈവത്തിലും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നതിലുമാണോ നമ്മുടെ സന്തോഷം? അതോ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഈ ലോകത്തിലെ കുറെ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും സുഖങ്ങളും നേടുവാൻ വേണ്ടിയിട്ടാണ്? പരിശുദ്ധ അമ്മ തൻ്റെ സ്തോത്രഗീതത്തിൽ പറയുകയാണ്, എന്തുകൊണ്ടാണ് അവൾ അനുഗ്രഹിക്കപ്പെട്ടവളായത്? ലോകത്തിലെ എല്ലാ വചനങ്ങളെക്കാളും എല്ലാ സൗഭാഗ്യങ്ങളെക്കാളും അധികമായി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ അവൾ ആനന്ദം കണ്ടെത്തി.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. പഴയ നിയമവും പുതിയ നിയമവും ഇന്ന് മനുഷ്യജീവിതം ദുഃഖ ദുരിതപൂർണ്ണങ്ങൾ കിടക്കുന്നതിന്, അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും കാരണത്തെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ബെനഡിക്റ്റ് പാപ്പയും ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യമാണ്. എന്താണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും കാരണം? ഒറ്റ കാരണമേ പറയുന്നുള്ളൂ: ദി ആബ്സെൻസ് ഓഫ് ഗോഡ്, ദൈവസാന്നിധ്യത്തിൻ്റെ അഭാവം. പഴയ നിയമം നമ്മളെ കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യന് നഷ്ടപ്പെട്ടതാണ്. ആദ്യം മരണമെന്ന് നമ്മൾ പറയണത്. ആദ്യത്തെ കുടുംബത്തിൽ നിന്നും ദൈവം ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനാണ് പറുദീസ നഷ്ടമായി എന്ന് പറയുക. അല്ലെങ്കിൽ ആദ്യത്തെ കുടുംബത്തിൽ നിന്നും ദൈവത്തെ മനുഷ്യൻ ഇറക്കി വിട്ടു. അതിൻ്റെ ഒരു കാരണമുണ്ട്. മനുഷ്യൻ ദൈവത്തെക്കാൾ അധികമായി, ദൈവം പറയുന്നതിനേക്കാൾ അധികമായി ലോകത്തെയും ലോകത്തിലുള്ള വസ്തുക്കളെയും സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു വചനം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അനന്ത നന്മയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ ആദ്യത്തെ പാപം ചെയ്തപ്പോൾ സഭ നമ്മളെ പഠിപ്പിക്കുന്നു. ആദ്യ പാപത്തിൻ്റെ കാരണത്തെക്കുറിച്ചുകൂടി പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ആദ്യ പാപത്തിൻ്റെ കാരണം മനുഷ്യൻ ദൈവത്തിൻ്റെ അനന്ത നന്മയിലുള്ള വിശ്വാസമില്ലായ്മ കൊണ്ടാണ് അവൻ ആദ്യ പാപം ചെയ്തത്. പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാ പാപത്തിൻ്റെയും കാരണം മനുഷ്യന് ദൈവത്തിലുള്ള വിശ്വാസമില്ലായ്മ. എന്തിലുള്ള വിശ്വാസം? ദൈവത്തിൻ്റെ അനന്ത നന്മയിലുള്ള വിശ്വാസം. ദൈവം പറയുന്നതാണ് എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതെന്ന് അവൻ വിശ്വസിച്ചില്ല. അവൻ കേട്ടു ലോകം പറയുന്നത്, സാത്താൻ പറയുന്നതാണ് നമുക്ക് നന്മയെന്ന് വിശ്വസിച്ചാണ് ദൈവം തിന്നരുത് എന്ന് പറഞ്ഞ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് അവൻ ആ പഴം കഴിച്ച് സൗഭാഗ്യം നേടാൻ ആഗ്രഹിച്ചത്. അന്ന് ആ കുടുംബത്തിൽ നിന്നും ദൈവം ഇറങ്ങിപ്പോയി. പിന്നീട് ആ കുടുംബത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളുമായിരുന്നു. അനേക വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു കുടുംബത്തിൽ ദൈവം വന്നു വസിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതേത് കുടുംബമാണ്? അത് നസ്രത്തിലെ തിരുക്കുടുംബമാണ്. എന്താണ് ആ കുടുംബത്തിൽ ദൈവം വന്ന് വസിക്കാൻ കാരണം? ആ കുടുംബത്തിലെ അമ്മ എങ്ങനെ പറഞ്ഞാൽ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. തൻ്റെ ഭക്തരുടെ മക്കളെ തലമുറകൾ തോറും അവൻ അനുഗ്രഹിക്കും. എത്തൊരു സന്തോഷത്തോടെ അവൾ പാടും. അങ്ങനെ പാടാനുള്ള കാരണം എന്താണ്? അതിന് കാരണം ഒന്നേ ഉള്ളൂ. ലോകം പറഞ്ഞതിന്, ലോകത്തിലെ തത്വസംഹിതകളും പഠനങ്ങളും പറയുന്നതിന് വിപരീതമായി ദൈവം പറഞ്ഞ കാര്യത്തിൽ അവൾ വിശ്വസിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിലെ ആദ്യത്തെ കുടുംബത്തിൽ നിന്ന് ദൈവം പോയി. കാരണം ദൈവം പറഞ്ഞത് അവർ വിശ്വസിച്ചില്ല. എന്നാൽ അനേക വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു കുടുംബത്തിലേക്ക് ദൈവം കടന്നു വന്ന്, കാരണം ലോകത്തിൻ്റെ നിയമപ്രകാരം, അന്നത്തെ മത നിയമപ്രകാരം, എല്ലാ ആചാരപ്രകാരവും ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഗർഭിണിയാകാൻ പാടില്ല. അത് ലോകത്തിൻ്റെ പ്രമാണത്തിൽ കറക്റ്റാണ്. എങ്കിലും ദൈവം അവളോട് പറഞ്ഞു, മകളെ, ഇതാണ് നിന്നെക്കുറിച്ചുള്ള എൻ്റെ ഹിതം, അതാണ്. പ്രൈസ് ദ ലോർഡ്. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് പോയേക്കാം, എൻ്റെ വീട്ടുകാരെന്നെ പുറത്താക്കിയേക്കാം, നാട്ടുകാർ കല്ലെറിഞ്ഞു കൊന്നേക്കാം. എങ്കിലും ലോകത്തിലെ സകല സംവിധാനങ്ങൾ പറയുന്നതിന് വിപരീതമായി അവളുടെ ജീവിതം ദൈവത്തിൻ്റെ ഹിതത്തിന് സമർപ്പിച്ചു. അവൾ വിശ്വസിച്ചിരുന്നു ദൈവം പറയുന്നതാണ് നന്മ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സമർപ്പിച്ചു ദൈവഹിതത്തിന്. അത് ലോകത്തിൻ്റെ ഹിതത്തിന് വിപരീതമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഈ പ്രാർത്ഥനയും ഈ ധ്യാനവും ഇതൊക്കെ ആയിട്ട് നമ്മൾ നടക്കുമ്പോഴും ഒരു കാര്യം കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്: നീ ആര് പറയുന്നതനുസരിച്ചാണ് ജീവിതം നയിക്കുന്നത്? നമ്മുടെ ജീവിതങ്ങള് ദൈവത്തിൻ്റെ വചനമനുസരിച്ചും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുമാണ് നമ്മൾ നയിക്കപ്പെടുന്നതെന്ന് ആത്മശോധന ചെയ്യണം.
ഇതാണ് ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിശ്വാസം. ആ ദൈവം യേശുവാണോ അല്ലയോ എന്നുള്ളതല്ല വിശ്വാസം. ആ ദൈവം ഏകനാണോ എന്നുള്ളതല്ല വിശ്വാസം. കാരണം വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഇതെല്ലാം സാത്താനും വിശ്വസിക്കുന്ന സത്യങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഉണ്ടെന്നുള്ള വിശ്വാസമല്ല. രണ്ട്, ആ ദൈവം ഏകനാണെന്നുള്ള വിശ്വാസമല്ല. അനേകം ദൈവങ്ങൾ വസിക്കുന്ന രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമ്മൾ ദൈവം ഏകനാന്ന്, അതല്ല വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ട് കർത്താവ് പറയണത്. ആ ദൈവം യേശുവാണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നല്ല കാര്യമാണ്. സാത്താനും വിശ്വസിക്കുന്നുണ്ട്. യേശു ക്രിസ്തു ദൈവമാണ്. സാത്താൻ ലോകം മുഴുവൻ പ്രഘോഷിച്ച് നടന്നവനാണ്. ആരിൽ നിന്നൊക്കെ സാത്താനെ പുറത്താക്കിയവരെല്ലാം സാത്താൻ വിളിച്ചു പറഞ്ഞു, ഇതാ ഇവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് വിളിച്ചു പറഞ്ഞു. സാത്താൻ വിശ്വസിക്കുന്നുണ്ട് യേശുവിൽ. എന്നാൽ അതിന്റെ അപ്പുറത്തേക്ക് ഒരു വലിയ വിശ്വാസത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുക. പരിശുദ്ധ അമ്മ നമ്മളെ നയിക്കുകയാണ്. സകല ക്രിസ്ത്യാനികൾക്കുമുള്ള റോൾ മോഡലാണ് പരിശുദ്ധ അമ്മ. സഭ നമുക്ക് മാതാവിനെ തരുന്നത് മധ്യസ്ഥയായിട്ട് തരുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ മുകളിലായിട്ടൊരു സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്ക് സഭ നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട്. അവൾ സകല ക്രിസ്ത്യാനികളുടെയും മാതൃകാ വ്യക്തിയാണ്, റോൾ മോഡലാണ്. മാതാവിന്റെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തേക്ക് പോവുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവത്തിന്റെ ഹിതത്തിന് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പുതു നൈറ്റ് വിസിലേക്ക് വരുമ്പം ദൈവത്തെ ശ്രവിക്കുന്ന എല്ലാവരോടും കർത്താവ് പറയാം, മക്കളെ സന്തോഷിക്കുവിൻ, ദൈവത്തിൽ സന്തോഷിക്കുവിൻ. അങ്ങനെ ദൈവത്തിൽ സന്തോഷിക്കുക, ദൈവഹിതം നിറവേറ്റുന്നതിൽ സന്തോഷം കണ്ടെത്തണം. അതാണ് പരിശുദ്ധ അമ്മയുടെ ആനന്ദത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അവൾക്ക് പാടാൻ സാധിച്ചു, ഞാൻ സ്ത്രീകളിൽ അനുഗ്രഹീത, ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കും, വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കും. നമുക്കും പറയാൻ പറ്റണം ഈ വർഷം ദൈവത്തെ കാത്തിരിക്കുന്ന, ദൈവത്തിന്റെ കരുണ കാത്തിരിക്കുന്ന, ദൈവത്തിന്റെ രക്ഷ കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും ഇത് പറയാൻ സാധിക്കും. പക്ഷെ അതിനൊരു തീരുമാനം നമ്മൾ എടുക്കണം. ഒരു തെരഞ്ഞെടുപ്പാണത്. വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പാണ്. എന്ത് തെരഞ്ഞെടുപ്പാണ്? ക്രിസ്തുവിനെ തെരഞ്ഞെടുക്കണം. ലോകത്തിൽ എന്തിനേക്കാൾ അധികമായി, ആരേക്കാൾ അധികമായി യേശു ക്രിസ്തു നിനക്ക് വിലയുള്ളവനായിട്ട് മാറണം. കാരണം നമുക്കൊക്കെ ദൈവം വലിയൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ് സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം നമ്മുടെ ഉള്ളിൽ തരുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നം കൂടിയുണ്ട്. കാരണം മനുഷ്യൻ എപ്പോഴും സ്വാതന്ത്ര്യം തന്നിട്ടപ്പോൾ നമ്മുടെ മുമ്പിൽ രണ്ട് ചോയ്സസ് എപ്പോഴും ഉണ്ട്. ഇതിൽ എന്ത് നീ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമാണോ ശാപമാണോ ജീവനാണോ മരണമാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ സ്വാതന്ത്ര്യം നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ വരുന്നിടത്തെല്ലാം നമുക്ക് അടിമത്വവും ദുഃഖവും ദുരിതവും ഉണ്ടാകുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏദൻ തോട്ടം തൊട്ട് നമ്മൾ കാണുന്നൊരു സത്യമാണ്. മനുഷ്യനെന്നും തെറ്റായ തിരഞ്ഞെടുപ്പുകളാണ് നടത്തിയത്. വചനം നമ്മളെ പഠിപ്പിക്കുക. ഏദൻ തോട്ടത്തിൽ ദൈവത്തെക്കാൾ അധികമായി അവൻ പഴത്തെ തിരഞ്ഞെടുത്തു. വീണ്ടും താഴത്തോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം, അവിടുന്ന് വന്ന ജനത മുഴുവനും വീണ്ടും വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോകുന്ന ദൈവം കാണുമ്പോൾ ദൈവം വീണ്ടും അവർക്കൊരു ചോയ്സ് കൊടുക്കുകയാണ്. കരുണയുള്ള ദൈവം മനുഷ്യന്റെ പുറകെ നടക്കുന്നു, മുന്നറിയിപ്പ് കൊടുക്കുന്നു. അവനെ എങ്ങനെ രക്ഷിക്കാൻ ഓടി നടക്കുന്ന ദൈവം പറയുകയാണ്, മക്കളെ വെള്ളം പൊങ്ങാൻ പോവാണ്, ഇതാ ഒരു തെരഞ്ഞെടുപ്പ് കൂടി തരിക. നോഹയോട് പറഞ്ഞൊരു വലിയ പെട്ടകമുണ്ടാക്കണം. വീണ്ടും മനുഷ്യൻ തെറ്റായ തെരഞ്ഞെടുപ്പ് നടത്തി. മനുഷ്യന്റെ തെറ്റായ തെരഞ്ഞെടുപ്പിന്റെ ഫലമായി ദാവീദ് രാജാവ്, എല്ലാ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും നിറഞ്ഞ ദാവീദ് രാജാവ് ഒരു തെറ്റായ തെരഞ്ഞെടുപ്പ് നടത്തി. ഉറിയായുടെ ഭാര്യ ബത്ശേബ, അന്ന് മുതൽ അവന്റെ ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും കടന്നു വരുന്നു. ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ സോളമൻ തെറ്റായ തെരഞ്ഞെടുപ്പ് നടത്തുന്നു. വിജാതീയ സ്ത്രീകളെ ഭാര്യയായി സ്വീകരിക്കും. അങ്ങനെ വന്ന് വന്ന് നമ്മൾ കാണുന്ന പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ ധൂർത്തപുത്രൻ, അവനും പിതാവിന്റെ കൂടെയുള്ള ജീവിതത്തേക്കാൾ അവൻ ആഗ്രഹിച്ചത് ലോകത്തിന്റെ സുഖങ്ങളാണ്. തെറ്റായ തെരഞ്ഞെടുപ്പിന്റെ ഫലം.
അങ്ങനെ വന്ന് അവസാനം പീലാത്തോസിന്റെ കൽത്തലങ്ങളിൽ ആ തെരഞ്ഞെടുപ്പ് വന്ന് നിൽക്കുകയാണ്. ബറാബാസിനെ വേണോ, യേശുവിനെ വേണോ? ബറാബാസ് അനീതി, അക്രമം, പാപങ്ങൾ, സ്വാർത്ഥത, എല്ലാ തിന്മയുടെയും പ്രതിരൂപം. യേശു കരുണയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതിരൂപം. മനുഷ്യൻ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. ആരെയാ തെരഞ്ഞെടുത്തത്? അവർ ബറാബാസിനെ തെരഞ്ഞെടുത്തു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ആ ജനം, യഹൂദജനം, നമ്മൾ കണ്ട തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വലിയ ദുരന്തങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും ഒരു കടന്നുപോയി. ആ ജനം മുഴുവൻ പീഡിപ്പിക്കപ്പെടുകയാണ്, വധിക്കപ്പെടുകയാണ്, ഛിന്ന ഭിന്നമാക്കപ്പെടുകയാണ്. ഇന്ന് കർത്താവ് നമ്മളോട് പറയുക, ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുക. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ദൈവം നമ്മളെ വിളിക്കുക. കരുണയാണ്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും, മനുഷ്യന്റെ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ഒരു പരിണിത ഫലമുണ്ടെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു. എന്ത് കാരണമാണെങ്കിലും ദൈവം നമ്മളോട് പറയുകയാണ്, നീ പാപം തെരഞ്ഞെടുത്താൽ മരിക്കും. അങ്ങനെ മരണത്തിൽ കിടക്കുന്ന മനുഷ്യനെ തേടി ഒരു ദൈവം വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് കരുണ. ഈ മനുഷ്യന്റെ അവസ്ഥ കണ്ട് ദൈവത്തിന് വലിയ അലിവ് തോന്നുകയാണ്. യേശു പറയുന്ന വാക്യത്തിന് വലിയ അർത്ഥമുണ്ട്. ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മരിക്കും. ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ ഞാനാകുന്നു ആ ദൈവം, ഏക സത്യ ദൈവം, ദ ഗ്രേറ്റ് ഐ ആം. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, മോശ ദൈവത്തോട്, നീന്റെ പേരെന്താണ്? ഞാനാകുന്നവൻ. ഇന്നും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ച് ലോകത്തിന് വലിയ സംശയമാണ്. അവനാണ് ഏക സത്യ ദൈവം എന്ന് വിശ്വസിക്കുവാൻ ഇന്നും ക്രിസ്ത്യാനികൾക്ക് പോലും പറ്റുന്നില്ല. അതിനൊരു കാരണം കൂടിയുണ്ട്. അതിൻ്റെ കാരണം ദൈവം മനുഷ്യനായി അവതരിച്ചെന്നുള്ളതാണ്. അവൻ മനുഷ്യനല്ലേ? അവൻ മറിയത്തിന്റെ മകനല്ലേ? അവൻ ആ ആശാരി ഔസേപ്പിന്റെ മോനല്ലേ? അവന്റെ സഹോദരന്മാരല്ലേ നമ്മുടെ കൂടെയൊക്കെ നടക്കുന്നത്? മനുഷ്യനായി പിറന്ന ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത മനുഷ്യവംശം ഇന്ന് യേശുവിൻ്റെ ദൈവത്വത്തെ സ്വീകരിക്കാത്ത ജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. യേശുവാണ് ആ ദൈവം. യേശുവിൽ വ്യക്തമാക്കിയ ദൈവത്തിന്റെ പ്രതിരൂപം. അത് വിശ്വസിക്കണം നമ്മൾ. എന്നാൽ മനുഷ്യനായി അവതരിച്ച ദൈവത്തെയാണ്, മനുഷ്യനായി തീർന്ന യേശുവിനെയാണ് എല്ലാവരും കാണുന്നത്. അവനെ ദൈവമായി അംഗീകരിക്കാൻ ഇന്ന് ലോകം സമ്മതിക്കുന്നില്ല. പ്രിയമുള്ളവരെ, എന്തിനാണ് ദൈവം മനുഷ്യനായത് നമ്മൾ അറിയണം. ഫിലിപ്പിയ ലേഖനത്തിലാണ് ഈ അവസ്ഥയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 2-ാമത്തെ അധ്യായം 6 മുതലുള്ള വചനത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ എന്താണ് ദൈവത്തിൻ്റെ കരുണ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം എങ്ങനെയാണ് പറയുക? 6 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യനായതാണ് ഇന്ന് യേശുവിലുള്ള ദൈവത്തെ കാണുവാനുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പ്രവാചകനാണ് എന്ന് അനേകം മനുഷ്യർ വിശ്വസിക്കുന്നുണ്ട്.
അവൻ നല്ലൊരു നേതാവാണ്, അനേകം മനുഷ്യരെ വിശ്വസിക്കുന്നു. അവൻ പാപമില്ലാത്തവനാണ്, എല്ലാ വേദപുസ്തകങ്ങളും വിശ്വസിക്കുന്ന കാര്യം. പക്ഷെ അവനാണ് ഏക ദൈവം എന്ന് പറയുമ്പോൾ ലോകത്തിന് മുഴുവൻ പ്രശ്നമാണ്. അവൻ മനുഷ്യനല്ലേ? എന്നാൽ ക്രിസ്ത്യാനി, നീ അറിയണം ഈ സത്യം. ദൈവം എന്തിനാണ് മനുഷ്യനായത്? മനുഷ്യനായ ദൈവം എന്തിനാണ് പീഡ സഹിക്കുന്നത്? പീഡ സഹിച്ച ദൈവം എന്തിനാണ് കുരിശിൽ മരിക്കുന്നത്? നിനക്കറിയോ ഇതിന്റെ ഉത്തരം? ഈ ഉത്തരം അറിയാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖത്തിന്റെയും ദുരിതത്തിന്റെയും കഷ്ടപ്പാടിന്റെയും കാരണം. നീ യേശുവിനെ വേണ്ടും മണ്ണും അന്വേഷിക്കാത്തതാണ് നിന്റെ ശത്രുക്കൾ നിന്നോട് ചെയ്തതിനേക്കാൾ നീ നിനക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പേരാണ് കരുണ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എന്തിന് മനുഷ്യനായി? വാനമേഘങ്ങളിൽ സർവാധികാരത്തോടെ ആധിപത്യത്തോടെ അവൻ വീണ്ടും വരും ഒരിക്കൽ. കുഞ്ഞാടിനെ പോലെയല്ല, യൂദയായിലെ സിംഹത്തെ പോലെ അവൻ വരും. അത് രണ്ടാമത്തെ വരവാണ്. പക്ഷെ അതിനു മുൻപൊരു വരവ് വന്നു. ദാസന്റെ രൂപമെടുത്ത ദൈവം, അതുകൊണ്ട് അവനെ ലോകം തള്ളിക്കളഞ്ഞു. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, എന്തിനാണ് ദൈവം മനുഷ്യരൂപമെടുത്തത്? ലോകത്തില് തെറ്റായ തെരഞ്ഞെടുപ്പുകൾ തെരഞ്ഞെടുത്ത് മനുഷ്യൻ ദുഃഖത്തിനും ദുരിതത്തിനും പാപത്തിനും ശാപത്തിനും മരണത്തിനും അടിമപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷത്തിൽ ഒരു കുഷ്ഠരോഗി വരുന്നുണ്ട്. യേശു മലമുകളിൽ ദൈവപിതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ദിവസം പട്ടണത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു കുഷ്ഠരോഗി വിജനദേശത്തു നിന്നും പട്ടണത്തിലേക്ക് പ്രവേശിക്കുക യേശുവിൻ്റെ അടുക്കലേക്ക്. യേശുവിനെ കണ്ട കുഷ്ഠരോഗി ചോദിക്കുകയാണ്, എന്നെ സുഖപ്പെടുത്താൻ അങ്ങേക്ക് മനസ്സുണ്ടോ? അവനെ കണ്ട ദൈവത്തിന് അവനോട് അനുകമ്പ തോന്നി എന്നാ പറയുക. എന്താ അനുകമ്പ തോന്നാൻ കാരണം? അതിന് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വചനമാണ് അതിന്റെ കാരണം. 1-ാമത്തെ അധ്യായം 26-ാമത്തെ വചനം. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവന് കൊടുത്ത രൂപവും സാദൃശ്യമുണ്ട്. ദൈവത്തെ പോലെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യൻ ഇന്ന് പാപത്തിന്റെ വേദനം പേറി ദുഃഖ ദുരിതപൂർണ്ണം അനുഭവിക്കുന്നവനെ കാണുമ്പോൾ സ്വർഗത്തിന് വലിയ സങ്കടമാണ്. അങ്ങനെ മനുഷ്യന്റെ അവസ്ഥ കണ്ട ദൈവം ഒരു തീരുമാനമെടുത്തു. തന്റെ ദൈവിക സ്വഭാവം, തന്റെ ദൈവത്വം ഉപേക്ഷിച്ച് അവൻ മനുഷ്യന്റെ സാദൃശ്യത്തിലായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിന്റെ പേരാണ് കരുണ. കരുണയ്ക്ക് ഗ്രീക്കിൽ ഒരു വാക്ക് പറയും, എലയോസ് എന്നാണ് പറയുക. എലയോസ് എന്ന് പറഞ്ഞാൽ ടു സഫർ വിത്ത് എ സഫറിംഗ് പേഴ്സൺ. ലോകത്ത് കഷ്ടപ്പെടുന്ന വേദനിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ ആ മനുഷ്യന്റെ അവസ്ഥയെ കണ്ട് അനുകമ്പ തോന്നി ആ മനുഷ്യന്റെ വേദനകളിൽ പങ്കുകാരായി അവനെ ആ ദുരിതത്തിൽ വേദനത്തിൽ പുറത്തെടുക്കുന്ന ആ പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് കരുണ. ലോകത്തിലെ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ കാരുണ്യത്തെ കുറിച്ച് പറഞ്ഞ പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈജിപ്തില് ഫറവോയുടെ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥ കണ്ട് ദൈവത്തിനൊരു വികാരം ഉണ്ടായെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുക. അതിങ്ങനെയാണ് വായിക്കുക. 7-ാമത്തെ വചനം. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. അങ്ങനെ കഷ്ടപ്പെടുന്ന ജനത്തെ കണ്ട് ദൈവത്തിന് അവരോട് കരുണ തോന്നി എന്നാണ് പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് ദൈവത്തിന് കരുണ തോന്നിയതിന്റെ ഫലം? ആ ജനത്തെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും സകല ദുരിതങ്ങളിൽ നിന്നും കർത്താവ് വിമോചിപ്പിച്ച് തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് നയിച്ചു. ദുഃഖിക്കുന്ന, വേദനിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന മനുഷ്യവംശത്തെ കണ്ട് ദൈവത്തിന് തോന്നിയ അനുകമ്പയുടെ ഫലമാണ്, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മനുഷ്യാവതാരം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
അത് തന്നെയാണ് ഇന്ന് ദൈവത്തിന്റെ ദൈവത്വത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ സാത്താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നീ വീഴരുത്. എന്തിനാണ് ദൈവം മനുഷ്യനായത്? ഫിലിപ്പിയ ലേഖനം നമ്മളോട് പറയുന്നുണ്ട്, താൻ ദൈവത്തിന്റെ രൂപം വിട്ട് അവൻ ദാസനായി തീർന്നു. ആകൃതിയിൽ ദൈവത്തിലുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല, തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്നു. ദൈവം തന്റെ ദൈവിക സ്വഭാവ, ദൈവിക ശക്തികളും ദൈവഛായ, ദൈവത്തിന്റെ ദൈവത്വം ഉപേക്ഷിച്ച് ദൈവം മനുഷ്യനായി തീർന്നു. എന്തിനാണെന്നറിയാവോ? വേദനിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന മനുഷ്യന്റെ സാദൃശ്യത്തിലായിത്തീരുകയാണ്. ആ കുഷ്ഠരോഗിയെ കണ്ട് ദൈവത്തിന് മനസ്സലിഞ്ഞ് പറഞ്ഞു, മകനെ, എനിക്ക് മനസ്സുണ്ട്, നീ സുഖം പ്രാപിക്കട്ടെ. എന്നിട്ട് എന്താ ചെയ്തത്? തൻ്റെ കരങ്ങൾ നീട്ടി ദൈവം അവനെ ഒന്ന് തലോടി. കാരണം നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാനാണ് നിന്നെ മെനഞ്ഞത്, എൻ്റെ ഛായയിലും സാദൃശ്യത്തിൽ ഞാൻ നിന്നെ മെനഞ്ഞു. അല്ലയോ പൈതലെ, നിനക്കെന്തു പറ്റിയത്? അവൻ്റെ അവസ്ഥ കണ്ട ദൈവത്തിന് അവനോട് വലിയ കരുണ തോന്നി, അനുകമ്പ തോന്നി എന്നാ പറയും. കാരണം ഈ സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ ദൈവം തൻ്റെ വചനത്താൽ സൃഷ്ടിച്ചു. ആ ദൈവത്തിന് വേണമെങ്കിൽ പറയായിരുന്നു, എനിക്ക് മനസ്സുണ്ട്, നീ സുഖം പ്രാപിച്ച് വീട്ടിൽ പോയിക്കോ എന്ന് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല കർത്താവ് അവനോട് ഇടപെട്ടത്. തൻ്റെ കരം നീട്ടി കർത്താവ് ആ കുഷ്ഠരോഗിയെ സ്പർശിച്ചു എന്നാ പറയാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കാരണം മനുഷ്യന്റെ അവസ്ഥ കണ്ട് ദൈവത്തിന് ദയവ് തോന്നുകയാണ്. ഇന്ന് നമ്മുടെ അവസ്ഥ കാണുന്ന ദൈവത്തിന് നമ്മളോടൊരു വികാരമേ ഉള്ളൂ, അനുകമ്പ. അങ്ങനെ മനുഷ്യൻ അനുഭവിക്കുന്ന സകല വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റെടുക്കാൻ വേണ്ടി മനുഷ്യന്റെ സാദൃശ്യത്തിൽ ദൈവമായി തീർന്നു. ഇതാണ് അവന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്നത്. ഇത് ദൈവത്തിന്റെ കാരുണ്യമാണ്. ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ അത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വേദനിക്കുന്ന മനുഷ്യന്റെ വേദനകൾ ഒപ്പിയെടുത്താണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശു മരിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്? നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്, നമ്മുടെ രോഗങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ അളവറ്റ സ്നേഹം കരുണയായി മാറിയതാണ് പ്രിയമുള്ളവരെ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഇതിനാണ് ദൈവം മനുഷ്യനായി മാറി. നമ്മൾ അറിയണം, ഈ കരുണ നമ്മൾക്ക് നൽകാൻ വേണ്ടി, ഈ കരുണ യേശു ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ലോകത്തൊരു സ്ഥലത്തും ഈ കരുണ മനുഷ്യന് സ്വന്തമാക്കാൻ പറ്റില്ല. എന്നാൽ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നവന്, ക്രിസ്തുവിലായിത്തീരുന്നവന് ഈ കരുണ സ്വന്തമാക്കാൻ സാധിക്കും. 38 വർഷമായി തളർവാദം പിടിപെട്ട് കിടക്കുന്ന ഒരു മകനുണ്ട്. അവൻ ആരുമില്ല, അവനെ സഹായിക്കാൻ ആരുമില്ല. നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്ന അവൻ്റെ അടുക്കലേക്കും കരുണ കടന്നു വരുന്ന ചോദിക്കുകയാണ്, മകനെ, നീ ഇഴഞ്ഞു നടക്കേണ്ടവനല്ല. ഇന്ന് നമ്മുടെ യുവതലമുറ, യുവജനങ്ങളൊക്കെ ഇന്ന് ഇഴഞ്ഞു നടക്കുകയാണ്. ലോകത്തിന്റെ പാപത്തിന്റെ അടിമത്തിൽ കിടക്കുന്ന ജനങ്ങൾ ഇന്ന് മദ്യത്തിനും ലഹരിക്കും ജഡിക ആസക്തികളിലും കിടന്ന് ഇഴഞ്ഞു നടക്കുന്ന മനുഷ്യൻ മൃഗങ്ങളെ പോലെ ഇഴഞ്ഞു നടക്കുകയാണ്. ഇതിന്റെ ഒരു പ്രതിരൂപം തന്നെയാണ് ബത്ശേദ കുളക്കടയിൽ കിടക്കുന്നത്. അവനോട് പറഞ്ഞു, നിനക്ക് പറന്ന് നടക്കേണ്ടവനാണ്, നീ ഉന്നതങ്ങളിൽ നടക്കേണ്ടവനാണ്. പക്ഷെ അവൻ അടിമപ്പെട്ടു പോയി, ജീവിതം നാശമായി. എങ്കിലും ആ സ്നേഹം സ്വർഗം വിട്ടിറങ്ങി വന്നു. അവന്റെ തളർവാദം യേശു ഏറ്റെടുത്തു, തൻ്റെ ജീവൻ യേശു അവന് പകർന്നു കൊടുത്തു. അങ്ങനെ അവൻ ഉയർത്തെഴുന്നേറ്റു. നമ്മൾ കാണുന്നുണ്ട് യെശയ്യാ പറഞ്ഞതുപോലെ ആ തളർവാദം പിടിപെട്ട ദൈവം മനുഷ്യന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റെടുത്ത് ഒരു തളർവാദ രോഗിയെ പോലെ യേശു കുരിശിൽ കിടക്കുന്നുണ്ട്. കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നുണ്ട് കാൽവരി മലയിലെ കുരിശിൽ ഒരു കുഷ്ഠരോഗിയെ പോലെ ആയിത്തീർന്ന ദൈവം. ഒരു രക്തസ്രാവക്കാരിക്കും യേശു സൗഖ്യം കൊടുത്തു. അതിന്റെ ഫലം എന്താ? രക്തം വാർന്നൂറ്റ് കിടക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കുരിശിൽ കാണാൻ സാധിക്കുന്നുണ്ട്. യേശുവിൻ്റെ യാത്രയിൽ മനുഷ്യനായി മനുഷ്യരുടെ കൂടെ ഇറങ്ങി വന്ന ദൈവം ഇതാ കടന്നു പോകുമ്പോൾ
ഒരു അമ്മയ്ക്ക് തൻ്റെ മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന കാണുന്നു. ഏക മകനാണ്, അവൾ ഓൾറെഡി വിധവയാണ്. എങ്കിലും അമ്മയുടെ വേദന കണ്ട ആ യേശു ആ മകന്റെ ശവമഞ്ചൽ തൊട്ട് പറഞ്ഞ്, മകനെ എഴുന്നേൽക്കുക, നിന്റെ അമ്മയുടെ പക്കലേക്ക് തിരിച്ചു പോവുക. മനുഷ്യന്റെ വേദനകളും ദുഃഖങ്ങളും ഏറ്റെടുക്കാൻ വന്നതാണ് ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൻ്റെ പേരാണ് കരുണ, എലയോസ്. നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ പരിണിത ഫലം. കാൽവരി മലയിലെ കുരിശിൽ വേറൊരമ്മയ്ക്ക് തൻ്റെ പുത്രനെ നഷ്ടപ്പെടുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇതിനാണ് ദൈവം മനുഷ്യനായത്. ഈ മനുഷ്യനായെന്ന് വെച്ച് നമ്മൾ അവനിൽ വിശ്വസിക്കാതിരിക്കരുത്. ഇന്ന് ലോകം പറയാണ് യേശു മനുഷ്യനാണ്, യേശു പ്രവാചകനാണ്, യേശു നല്ലൊരു നേതാവാണ്, അവൻ ദൈവമാണെന്ന് അംഗീകരിക്കാൻ ലോകത്തിന് സാധ്യമല്ല. എന്നാൽ യേശു പറയാണ്, ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അടുത്ത് എല്ലാ തെറ്റായ പ്രവർത്തികളുടെയും പരിണിത ഫലത്തിൽ നമ്മൾ നശിക്കും. ദൈവത്തെക്കാൾ അധികമായി മറ്റു പലതിനെ സ്നേഹിച്ച മനുഷ്യന് തൻ്റെ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു, ദൈവിക സാദൃശ്യം നഷ്ടപ്പെട്ടു, ദൈവിക സ്വഭാവം നഷ്ടപ്പെട്ടു, ദൈവത്തിൻ്റെ അധികാരവും സ്ഥാനമാനങ്ങളും പറുദീസയും നഷ്ടപ്പെട്ടു. ഇന്ന് അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യനെ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും രോഗത്തിൻ്റെയും ശാപത്തിൻ്റെയും ദുരിതത്തിൻ്റെയും എല്ലാവിധ ദാരിദ്ര്യത്തിൻ്റെ അടിമത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ദൈവം മനുഷ്യനായി. നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു ദുരിതമാണ് കടബാധ്യതയിൽ കിടക്കുന്ന മനുഷ്യൻ, സാമ്പത്തിക ദുരിതത്തിൽ കിടക്കുന്ന മനുഷ്യൻ. തെറ്റായ തെരഞ്ഞെടുപ്പുകളുടെ ഫലമായി ഇന്ന് അനേകം കുടുംബങ്ങൾ ദാരിദ്ര്യവും കഷ്ടപ്പാടും ജപ്തി നോട്ടീസ് അനുഭവിക്കുക. ഈ ദാരിദ്ര്യത്തെ ഏറ്റെടുക്കാൻ വേണ്ടി തന്റെ സർവ്വമഹത്വം വിട്ട് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. 2 കോരിന്തോസ് 9:8 പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപ നമുക്കറിയാം. അവൻ സമ്പന്നനായിരുന്നിട്ടും നമ്മളെ പ്രതി ദരിദ്രനായി. എന്തിനാണ്? തൻ്റെ ദാരിദ്ര്യത്താൽ നമ്മളെ സമ്പന്നരാക്കാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം എവിടെയാ ദരിദ്രനായെന്ന് അറിയാവോ പ്രിയ സഹോദരങ്ങളെ? സർവസമ്പത്തിന്റെ ഉടയവനാവൻ എന്തിനാണ് ദരിദ്രനായത്? എവിടെയാ ദരിദ്രനായത്? കാൽവരി മലയിലെ കുരിശിൽ. പൗലോസ് ശ്ലീഹ പറയുകയാണ്, ദൈവം തൻ്റെ ദൈവത്വം വിട്ട് ദാസന്റെ രൂപമെടുത്ത് മനുഷ്യന്റെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെയായി. ഏതാണ് ആകൃതി? പാപത്തിന്റെ പരിണിത ഫലം അനുഭവിച്ച് ദുഃഖ ദുരിത പാപശാപ രോഗപീഠ ബന്ധനങ്ങളിൽ കഴിയുന്ന മനുഷ്യന്റെ ആകൃതിയിലായി തീർന്നു ദൈവം. അതാണ് കുരിശിലെ കർത്താവ് യേശുവിന്റെ ബലി. അവിടെയാണ് അവൻ ദാരിദ്ര്യത്തെ പുൽക്കൊള്ളുന്നത്. ദരിദ്രത്തിന്റെ അടയാളമാണ് വസ്ത്രമില്ലാത്തവൻ, ആഹാരമില്ലാത്തവൻ, പാർപ്പിടമില്ലാത്തവനെ ദരിദ്രൻ നമ്മൾ വിളിക്കും. സർവസമ്പത്തിന്റെ ഉടയവനായ ദൈവം കാൽവരി മലയിൽ വിവസ്ത്രനായിരുന്നു. അവൻ വിശപ്പും ദാഹവുമുള്ളവനായിരുന്നു. അവന് തല ചായ്ക്കാൻ ഇടമില്ലായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നീ അനുഭവിക്കുന്ന കഴിഞ്ഞ നാളുകൾ നമ്മുടെ ജീവിതത്തിലുള്ള തെറ്റായ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായി ഇന്ന് നമ്മൾ അനുഭവിച്ച സകല ദുരിതങ്ങളിൽ രക്ഷിക്കാൻ കർത്താവ് തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കണം, വിശ്വസിക്കണം. നീ വിശ്വസിച്ചാൽ ദൈവം മഹത്വം ദർശിക്കും. വിശ്വസിക്കുക എന്ന് പറയുന്നത് യേശു ദൈവമാണെന്നുള്ളതല്ല. അവൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന നിന്റെ ജീവിതം ആ ദൈവത്തിന് സമർപ്പിക്കണം. നിന്റെ ജീവിതം ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ നീ ഒരു തീരുമാനമെടുക്കണം. പരിശുദ്ധ അമ്മയെ പോലെ, പൗലോസ് ശ്ലീഹയെ പോലെ, ശിഷ്യന്മാരെ പോലെ. എങ്കിൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയ സകലതും തിരിച്ചു തരാൻ നിന്റെ കർത്താവിന് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്ന, വർഷങ്ങളിലുണ്ടായ നമ്മളും ചില തെറ്റായ തെരഞ്ഞെടുപ്പുകൾ എടുത്തു പോയതാണ്. ദൈവഹിതമാണെന്നൊക്കെ വിചാരിച്ചും നമ്മളും ചില തെറ്റായ തെരഞ്ഞെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടാവും, തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും. എന്നാൽ മനുഷ്യവംശം ഏദൻ തോട്ടം തൊട്ട് കാൽവരി മല വരെ എടുത്ത എല്ലാ തെറ്റായ തീരുമാനങ്ങളെയും ഒറ്റ തെരഞ്ഞെടുപ്പിലൂടെ മാറ്റിമറിക്കാൻ ദൈവത്തിന് സാധിക്കുമെന്ന് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നിന്റെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കണം. ക്രിസ്തുവിൻ്റെതായി തീരണം. എങ്കിൽ
ഇന്ന് നമ്മുടെ കഴിഞ്ഞ കാല ജീവിതങ്ങളെടുത്ത എല്ലാ തെറ്റായ തെരഞ്ഞെടുപ്പുകളിലെ സകല പരിണിത ഫലങ്ങളിൽ നിന്നും ദൈവം നമ്മളെ വിമോചിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേത് കടബാധ്യതയായിക്കോട്ടെ, ഏത് രോഗമായിക്കോട്ടെ, മരണമാണെങ്കിൽ പോലും ദൈവം അതിൽ നിന്നെ വിമോചിപ്പിച്ചിരിക്കും. കഴിഞ്ഞ വർഷം കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി ദൈവം. 14ാമത്തെ കുഞ്ഞാണ്. ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് 5 കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. 10, 11, 12, 13 4 കുഞ്ഞുങ്ങൾ 3 മാസത്തിൽ ഗർഭത്തിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കെ വീണ്ടും ഒരു കുഞ്ഞിനെ ദൈവം നൽകി. നാട്ടുകാർ ചോദിക്കാറുണ്ട്, ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കും. ഭ്രാന്തായിട്ടല്ല, അതാണ് ഓരോ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. തെരഞ്ഞെടുപ്പുകളാണ് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഭൂലോക മണ്ടത്തരങ്ങളിൽ ഒന്നാണ്. പക്ഷെ ദൈവം പറയുന്നു, ജീവനെ തടയരുത്. എൻ്റെ നാമത്തിലൊരു ശിശുവിനെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ എന്നെയാണ് സ്വീകരിക്കുന്നത്. ഇന്ന് ലോകം കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങൾ നടത്തി. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം എത്തിയപ്പോൾ വലിയൊരു പ്രതിസന്ധിയുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് പ്രഷറുണ്ട്. പ്രഷർ അങ്ങ് കൂടി. അവൾ മരണത്തിൻ്റെ കിടക്കയിലെത്തി. ഡോക്ടർ വൈദ്യശാസ്ത്രം പറഞ്ഞു, ഒന്നുകിൽ കുഞ്ഞ് അല്ലെങ്കിൽ അമ്മ, രണ്ടിലൊന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെടും. കാരണം പ്രഷർ 230/160 8ാം മാസം എത്തിയപ്പോൾ വൈദ്യശാസ്ത്രം കൈവിട്ടു. അപ്പോഴും പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, സന്തോഷിക്കണം, കർത്താവിൽ സന്തോഷിക്കണം, ദൈവഹിതം നിറവേറ്റുന്നതിൽ സന്തോഷിക്കണം, ഭയപ്പെടേണ്ട. നിന്റെ യാചനകളും പ്രാർത്ഥനകളും കൃതജ്ഞതാ സ്തോത്രങ്ങളുടെ ദൈവത്തിന് അർപ്പിക്കുക. നിന്റെ സകല ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം, രക്ഷ യേശുക്രിസ്തു നിന്നെ കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം സത്യമായി നടന്നു. എൻ്റെ ഭാര്യ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ഹെബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം, നിന്റെ ദൈവം എന്തിനാണ് കുരിശിൽ മരിച്ചത്? ദൈവം കുരിശിൽ മരിച്ചതിനെ കുറിച്ച് ഹെബ്രായ ലേഖനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. പിശാചിന്റെ മരണഭയത്തിൽ കിടക്കുന്ന ജനത്തെ, ഇന്ന് നമ്മളൊക്കെ ഒത്തിരി ഭയത്തിൽ കിടക്കണം. അതൊരു വലിയ ഭയമാണ് മരണഭയം. ഹെബ്രായ 2:15 പറഞ്ഞു, അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിന്റെ ദൈവം കുരിശിൽ മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെ വേദനമാകുന്ന മരണം, ശാരീരിക മരണവും ആത്മീയ മരണം, രണ്ടും വലിയ ദുഃഖങ്ങൾ നമുക്ക് തരുന്നു. എന്നാൽ ഈ മരണത്തെ തോൽപ്പിക്കാൻ, ഇതിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ ദൈവം നശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനാണ് ദൈവം, കരുണയുള്ള ദൈവം, തന്റെ ദൈവത്വം വിട്ട് മനുഷ്യനായി കുരിശിൽ ഒരു പാപിയെ പോലെ മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, കർത്താവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചിരിക്കും. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഈ രാത്രിയിലും ആ ദൈവം ജീവനോടെയുണ്ട്. ഈ വർഷം, കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും നിന്റെ ജീവിതത്തിൽ തെറ്റായ ചില തെരഞ്ഞെടുപ്പുകളുണ്ടാവും. ശരിയെന്ന് വിചാരിച്ച് വഞ്ചിക്കപ്പെട്ട തെരഞ്ഞെടുപ്പുകളുണ്ടാവും. സാരമില്ല, കർത്താവിനോട് ദേഷ്യപ്പെടുന്നില്ല, കോപമില്ല, ശാസനയില്ല, ശിക്ഷയില്ല. ഒന്നേയുള്ളവന് നിന്നോട് അനുകമ്പ. ഇതാ 38 വർഷം തലവാദം പിടിവിട്ടവനെടുക്കൽ വന്ന് ചോദിക്കുക, നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ ആഗ്രഹമുണ്ടോ? അതേ ദൈവത്തിന് ചോദിക്കാനുള്ളൂ. അതിന്റെ അർത്ഥം, എന്നെ നിന്റെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവും ദൈവമായി സ്വീകരിക്കാൻ നീ തയ്യാറുണ്ടോ? എന്നിൽ നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ എനിക്ക് സാധിക്കും. അതിനു വേണ്ട സകലതും എന്റെ ജീവിതത്തിലെ കുരിശിന്റെ ബലി വഴി ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഈ രാത്രി നിന്റെ രാത്രിയാക്കി നീ മാറ്റണം. യേശുവിനെ സ്വന്തമാക്കണം. ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും മൂല്യമുള്ളത് നീ യേശുവിനെ കാണണം. നീ യേശുവിൻ്റെതായി മാറുവാൻ വേണ്ടിയിട്ടാണ് അവൻ കുരിശിൽ തന്റെ ദൈവത്വം വെടിഞ്ഞ്, തന്റെ ജീവൻ വെടിഞ്ഞ്, തന്റെ രക്തം ചൊരിഞ്ഞ് നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടി വന്നവനാണ്. അവനെ സ്വന്തമാകണം. കരമൊന്ന് ഉയർത്തി സ്തുതിക്കണം. ഈ രാത്രിയിൽ അത്ഭുതങ്ങൾ ചെയ്യും കർത്താവ്. ദൈവത്തിന്റെ കരുണ ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ സകല പാപങ്ങളെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യം, തന്റെ ശക്തി, തന്റെ കൃപ കർത്താവ് നമ്മളെ ഒഴുക്കുന്ന രാത്രിയാണ്. വിശ്വാസത്തോടെ ചോദിക്കണം, വിശ്വാസത്തോടെ വിളിക്കണം, യേശുവിന്റെ നാമം വിളിക്കണം, അവന്റെ ജീവിതം സമർപ്പിക്കണം.
അവനിൽ ആനന്ദിക്കണം. അവന്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ സന്തോഷിക്കാൻ നീ പഠിക്കണം. അവിടെ നിനക്ക് ജീവനുണ്ട്, അവിടെ നിനക്ക് ജീവന്റെ സമൃദ്ധിയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ എൻ്റെ ശക്തിയും നീ എൻ്റെ ബലവും നീ എൻ്റെ പ്രാണനും നീ എൻ ദൈവം. നീ എൻ്റെ ശക്തിയും നീ എൻ്റെ ബലവും നീ എൻ്റെ പ്രാണനും നീ എൻ ദൈവം. നീ എൻ്റെ ശക്തിയും നീ എൻ്റെ ബലവും നീ എൻ്റെ പ്രാണനും നീ എൻ ദൈവം.